GM ന്യൂസ് തിരുവനന്തപുരം രാത്രി വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. വാർത്ത വായിക്കുന്നത് ഐശ്വര്യ ബാബു, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ. കടുത്ത മതസ്വാതന്ത്ര്യ ലംഘകരുടെ പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തണം. ബൈഡനോട് US മതസ്വാതന്ത്ര്യ കമ്മീഷണർ. അണകര കൺവേർഷൻ ജനുവരി 2 മുതൽ. കേരളത്തിൽ പോലും കോവിഡ് പരിശോധനകൾ കാര്യക്ഷമമല്ല, വിമർശിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPC കാവാലച്ചിറ സുവിശേഷ പ്രഘോഷണവും സംഗീത വിരുന്നും ഇന്നു മുതൽ. YPE കോട്ടയം മേഖലാ ഏകദിന ക്യാമ്പ് ഡിസംബർ 25-ന്. സാറാമ്മ പാപ്പച്ചൻ, അക്കരനാട്ട്. വാർത്തകൾ വിശദമായി കേൾക്കാം. വാഷിംഗ്ടൺ DC. ലോകത്തിലെ ഏറ്റവും മോശമായ മതസ്വാതന്ത്ര്യ ലംഘകരുടെ പട്ടികയിൽ ഇന്ത്യ ഗവൺമെന്റിനെ ഉൾപ്പെടുത്താൻ അമേരിക്കൻ മതസ്വാതന്ത്ര്യ നിരീക്ഷണ വിഭാഗം ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. മതന്യൂനപക്ഷങ്ങളെയും അവർക്ക് വേണ്ടി വാദിക്കുന്നവരെയും ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന ആക്രമങ്ങൾ ആശങ്കാകുലരാണെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് കമ്മീഷണർ ഓഫ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. വിദേശത്തുള്ള ആക്ടിവിസ്റ്റുകൾ, പത്രപ്രവർത്തകർ, അഭിഭാഷകർ എന്നിവർ ഉൾപ്പെടെയുള്ളവരെ നിശബ്ദരാക്കാനുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ സമീപകാല ശ്രമങ്ങൾ മതസ്വാതന്ത്ര്യത്തിന് ഗുരുതരമായ ഭീഷണിയാണെന്നും USIRF വ്യക്തമാക്കി. കടുത്ത മതസ്വാതന്ത്ര്യ ലംഘനങ്ങളെ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അസഹിഷ്ണുത കാണിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയെ US നിരീക്ഷിക്കുന്നുണ്ടെന്നും ശ്രദ്ധേയമാണ്. USIRF കമ്മീഷണറായ ഡേവിഡ് കാരി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആസൂത്രിതമായ അടിച്ചമർത്താൻ ഇന്ത്യൻ സർക്കാർ ആവർത്തിച്ച് ക്രൂരമായ നിയമനിർമ്മാണം ഉപയോഗിച്ചുവെന്നും പറയുന്നു. 1998 ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആക്ട് IRFA പ്രകാരമാണ് മറ്റ് രാജ്യങ്ങളിൽ മതസ്വാതന്ത്ര്യത്തിനോ വിശ്വാസത്തിനോ ഉള്ള സാർവത്രിക അവകാശം നിരീക്ഷിക്കുവാൻ അമേരിക്കൻ മതസ്വാതന്ത്ര്യ കമ്മീഷൻ ഭരണകൂടം രൂപം നൽകിയത്. ഭാരതം ഭരിക്കുന്ന BJP ഭരണകൂടത്തിൻ്റെ തീവ്ര ഹിന്ദുത്വ നിലപാട് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ ദിനംപ്രതി ഏറ്റവും കുറഞ്ഞത് 2 ക്രൈസ്തവരെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടെന്ന് ക്രിസ്ത്യൻ മനുഷ്യാവകാശ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം UCF അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഈ വർഷം നവംബർ വരെ ഏതാണ്ട് 687 ആക്രമണങ്ങളാണ് ഇന്ത്യയിൽ 23 സംസ്ഥാനങ്ങളിലായി ക്രൈസ്തവർക്ക് നേരെ നടന്നിരിക്കുന്നത്. കുമളി. അണകര പെന്തക്കോസ്റ്റൽ പ്രയർ അസംബ്ലി 4ാമത് അണകര കൺവേർഷൻ ജനുവരി 2 മുതൽ അണകര 8ാം മൈൽ ഗവൺമെൻറ് സ്കൂളിന് സമീപം തയ്യാറാക്കിയിരിക്കുന്ന പന്തലിൽ നടക്കും. പാസ്റ്റർ B മോനച്ചൻ കായംകുളം, പാസ്റ്റർ സജോ തോണിക്കുഴിയിൽ, പാസ്റ്റർ അജി ആന്റണി റാന്നി എന്നിവർ ദൈവവചനം ശുശ്രൂഷിക്കുന്ന കൺവെൻഷനിൽ ജോബിൻ എലീഷ നേതൃത്വം നൽകുന്ന ക്രൈസ്റ്റ് സിംഗേഴ്സ് തിരുവനന്തപുരം ഗാനശുശ്രൂഷ നിർവഹിക്കും. ദിവസവും വൈകുന്നേരം 5:30 മുതൽ 9 വരെയാണ് മീറ്റിംഗ് നടക്കുന്നത്. കൺവെൻഷൻ ജനുവരി 4-ന് സമാപിക്കും. പാസ്റ്റർമാരായ തോമസ് എബ്രഹാം, സന്തോഷ് ഇടക്കര, TJ തോമസ്, ഐജു V കുര്യാക്കോസ്, മനോജ് കുളങ്ങര, ജിനു തങ്കച്ചൻ, ബാബു ജോസഫ്, KK സാംകുട്ടി, സാബു എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ വിപുലമായ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിളംബര സുവിശേഷ യോഗങ്ങളും നടത്തി വരുന്നതായി സംഘാടകർ അറിയിച്ചു. കൺവെൻഷന്റെ അനുഗ്രഹത്തിനായി മേഖലാ പ്രാർത്ഥന സമ്മേളനങ്ങളും കുമളി, കൊച്ചറ, അണക്കര എന്നിവിടങ്ങളിൽ നടത്തപ്പെടുന്നു. ഡൽഹി. പൊതുജനാരോഗ്യ നടപടികൾക്ക് പേരുകേട്ട കേരളത്തിൽ പോലും കോവിഡ് പരിശോധനകൾ കാര്യക്ഷമമല്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വിമർശനം. കേരളത്തിലെ മിക്ക കോവിഡ് ടെസ്റ്റുകളും റാപ്പിഡ് ആൻറ്റിജൻ കിറ്റുകൾ ഉപയോഗിച്ചാണെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. കോവിഡ് രോഗബാധയെക്കുറിച്ച് പൊതുവായൊരു സംശയം നൽകാൻ മാത്രമേ അവയ്ക്ക് കഴിയൂ. അവ RT-PCR പോലെ കൃത്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബുദ്ധിമുട്ട് റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റുകൾക്കായി അടുത്ത സാമ്പിളുകൾ ജീനോം സാമ്പിളുകൾ പരിശോധിക്കാനായി പുനരുപയോഗിക്കാൻ കഴിയില്ല, ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടി. കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് നിരക്ക് വർദ്ധിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് നിരവധിയായിട്ട് കോവിഡ് വർദ്ധിച്ചിട്ടുള്ളത്. നിലവിൽ കോവിഡ് ക്ലസ്റ്ററുകളിലെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. IPC കാവാലച്ചിറ ഫിലാദൽഫിയ സഭയുടെ ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ 24 ഞായർ വരെ സുവിശേഷ പ്രഘോഷണവും സംഗീത വിരുന്നും കാവാലച്ചിറ സഭാ ഗ്രൗണ്ടിൽ വൈകുന്നേരം 6 മുതൽ 9 മണി വരെ നടത്തപ്പെടുന്നു. പാസ്റ്റർമാരായ പ്രിൻസ് റാന്നി, PC ചെറിയാൻ, റജി ശാസ്താംകോട്ട, അനീഷ് കാവാലം എന്നിവർ ദൈവവചനത്തിൽ നിന്നും അധികാരമായി സംസാരിക്കുന്നു. സുപ്രസിദ്ധ ക്രിസ്തീയ ഗായകരായ ബ്രദർ ഡാനിയൽ തോമസ്, ബ്രദർ ഷാരൂൺ വർഗീസ്,
ബ്രദർ സ്റ്റാലിൻ മാത്യു എന്നിവരോടൊപ്പം ഫിലാദൽഫിയ ബീച്ച് സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. വാർത്ത തോമസ് ജോർജ് വണ്ടിത്താവളം. കോട്ടയം ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ യുവജന വിഭാഗം YPE കോട്ടയം സോണിൻ്റെ ഏകദിന ക്യാമ്പ് കോട്ടയം പുതുപ്പള്ളി IPC തിയോളജിക്കൽ സെമിനാരിയിൽ ഡിസംബർ 25 നടക്കും. രാവിലെ 9 മുതൽ വൈകുന്നേരം 9 വരെയാണ് ക്യാമ്പ്. സ്റ്റേറ്റ് ഓവർസിയർ റവർ CS തോമസ് ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റർ PA ജെറാൾഡ് അധ്യക്ഷത നിർവഹിക്കും. അസിസ്റ്റന്റ് ഓവർസിയർ റവറൻഡ് Y റെജി, റവറൻഡ് ഷിബു K മാത്യു, റവറൻഡ് ജോസ് തോമസ് ബാംഗ്ലൂർ എന്നിവർ പ്രസംഗിക്കും. ചെങ്ങന്നൂർ ഹോളി ഹാർപ്സ് ഹോപ്സൽ ബാൻഡ്, YPE കോട്ടയം സോണൽ ക്വയർ എന്നീ ടീമുകൾ സംഗീത ശുശ്രൂഷ നിർവഹിക്കും. സോണൽ രക്ഷാധികാരി പാസ്റ്റർ ഷിബു മത്തായി, പാസ്റ്റർ മോൺസി പുന്നൂസ്, ലിബിൻ, അജി കുളങ്ങര എന്നിവർ നേതൃത്വം നൽകും. ഓടനാവട്ടം ഷാരോൺ സഭാംഗവും പരേതനായ പാപ്പച്ചൻ ദാനിയേലിൻ്റെ സഹധർമ്മിണിയുമായ സാറാമ്മ പാപ്പച്ചൻ 75 വയസ്സ് കത്രസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഷാരോൺ UK അയർലൻഡ് റീജിയൻ ശുശ്രൂഷകൻ പാസ്റ്റർ സാംകുട്ടി പാപ്പച്ചൻ പരേതയുടെ മകനും നോർത്ത് സെൻട്രൽ റീജിയണൽ ശുശ്രൂഷകൻ പാസ്റ്റർ എബ്രഹാം ദാനിയേൽ, മണക്കാല സഭാംഗം ജേക്കബ് ദാനിയേൽ എന്നിവർ ഭർത്തൃ സഹോദരന്മാരുമാണ്. സംസ്കാരം പിന്നീട്. വാർത്തകൾ ചുരുക്കത്തിൽ. കടുത്ത മതസ്വാതന്ത്ര്യ ലംഘകരുടെ പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തണം. ബൈഡനോട് US മതസ്വാതന്ത്ര്യ കമ്മീഷൻ. അണകര കൺവേർഷൻ ജനുവരി 2 മുതൽ. കേരളത്തിൽ പോലും കോവിഡ് പരിശോധനകൾ കാര്യക്ഷമമല്ല വിമർശിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPC കാവാലച്ചിറ സുവിശേഷ പ്രഘോഷണവും സംഗീത വിരുന്നും ഇന്നു മുതൽ. YPE കോട്ടയം മേഖല ഏകദിന ക്യാമ്പ് ഡിസംബർ 25. സാറാമ്മ പാപ്പച്ചൻ അക്കരെ നാട്ടിൽ. ഇന്നത്തെ രാത്രി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി വീണ്ടും വരും. നന്ദി.